ഹലോ, ഞാനിപ്പോൾ ഉള്ളത് ചൈനയിലെ ഹാൻസോ എന്ന് പറഞ്ഞ നഗരത്തിലെ വെസ്റ്റ് ലേക്കിലാണ്. ഈ ഒരു ലേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ ആരെങ്കിലും ചൈനയിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വെസ്റ്റ് ലേക്ക് വന്ന് കാണണം കേട്ടോ. ഒരുപാട് അടിപൊളി കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇത് കണ്ടില്ലേ, സുന്ദരിയായ പെൺകുട്ടികൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന കാഴ്ചയാണ് എനിക്ക് ആദ്യം തന്നെ കാണാൻ പറ്റിയത്. ഇതുപോലെ ഒരുപാട് തരത്തിലുള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇത് കണ്ടില്ലേ, ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ച് പെൺകുട്ടികൾ വന്ന് ഫോട്ടോഷൂട്ട് ചെയ്യുന്നതും. അതുപോലെ തന്നെ ഈ ഒരു ലേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ലേക്കാണ് കേട്ടോ. അപ്പം ഈ ലേക്കിൻ്റെ ഉള്ളിലൂടെ നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ പുറകിൽ കാണുന്ന പോലത്തെ ബോട്ടിൽ കയറി നമുക്ക് ഈ ലേക്ക് മുഴുവൻ ചുറ്റി കറങ്ങി കാണാൻ വേണ്ടി പറ്റും. 40 മിനിറ്റ് ഈ ബോട്ടിലൂടെ യാത്ര ചെയ്യാം. അതിൽ ഈ ബോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈ ലേക്കിൻ്റെ ഉള്ളിൽ ഒരുപാട് ചെറിയ ചെറിയ ഐലൻഡുകളുണ്ട് കേട്ടോ. അപ്പം അതെല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ ബോട്ടിലൊന്നും കയറിയില്ല കേട്ടോ, തണുപ്പൊക്കെ മാറിയിട്ട് ബോട്ടിൽ കയറാം. ഇത് കാണുന്നത് എന്താണെന്നറിയോ, റൈസിൻ്റെ കേക്കാട്ടോ, റൈസ് കേക്ക്. പിന്നെ ഇവിടെയും വേറെ ചൈനീസ് ഫുഡൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു സൈഡിൽ ഇതുപോലെ സ്ട്രീറ്റ് ഫുഡുകൾ കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പം നമുക്ക് ഇതിലൂടെ ഇതുപോലെ കാഴ്ചകളൊക്കെ കണ്ട്, പിന്നെ അതുപോലെ ചൈനീസ് സുന്ദരിയായ പെൺകുട്ടികളെയും വായി നോക്കി ഇതുപോലെ നടക്കാൻ വേണ്ടി ഭയങ്കര സുഖമായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈവൻ ചൂടുകാലത്താണെങ്കിൽ പോലും ഇതിലൂടെയുള്ള യാത്രകൾ വളരെ മനോഹരമാണ്. സുന്ദരിയായ ചൈനീസ് കുട്ടികളെയൊക്കെ കണ്ട് അവരുടെ കൂടെ ഫോട്ടോസൊക്കെ നമുക്കും എടുക്കാം. അവിടെ എന്തൊക്കെയോ ഫുഡുണ്ട്, എന്താന്ന് നോക്കാതെ. പൊറോട്ട വേണോടാ? എന്താ വെക്കുന്നതെന്ന് പറയുന്നത് കരിക്കുണ്ട്. ഇതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനം, ടോഫു ബ്ലാക്ക് കളർ. ഭയങ്കര സ്മെല്ലായത്. ഇതിന്റെ സ്മെല്ലാണ് എല്ലായിടത്തും വരുന്നത്. ഞാനിവിടെ വന്നിട്ടുള്ള ദിവസം ഇടദിവസങ്ങളായിട്ട് പോലും ഇവിടെ എന്തുമാത്രം ജനങ്ങളാണ് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കേ. ശരിക്കും പറഞ്ഞാൽ സാറ്റർഡേ സൺഡേ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാൻ പോലുള്ള സ്ഥലം കിട്ടത്തില്ല കേട്ടോ. അതുപോലെ ആൾക്കാരായിരിക്കും. ചൈനീസുകാർ മുഴുവൻ സാറ്റർഡേ സൺഡേസും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ശരിക്കും ടിക്ടോക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പുള്ളിക്കാരത്തി ഉണ്ടോ ടിക്ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെയുള്ള വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്കിതിലൂടെ വരുമ്പോൾ കാണാൻ പറ്റും. റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഈ മരത്തിൻ്റെ മേലെ ആർട്ടിഫിഷ്യലായിട്ടുള്ള കിളിക്കൂടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കൂടുതലായിട്ടും ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ച ആൾക്കാർ ഇതുപോലെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതും ഫോട്ടോഷൂട്ട് ചെയ്യുന്നതുമായ കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് കണ്ടില്ലേ, വിചിത്രമായ ഡ്രസ്സ് ധരിച്ചിട്ടുള്ള പെൺകുട്ടികൾ ഇരിക്കുന്നതും കാണാൻ പറ്റും. എന്ത് ഭംഗിയാലേ ഈ സ്ഥലം കാണാൻ വേണ്ടി. ഈ സ്ഥലങ്ങളെല്ലാം എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കിക്കേ. ഇവിടെ ഒന്നും ഒരു വേസ്റ്റോ ഒരു ടിഷ്യൂ പേപ്പർ പോലും ഒരു സ്ഥലങ്ങളിലും ഉണ്ടാവാറില്ല. അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇവിടെയും കുറച്ച് സ്ട്രീറ്റ് ഫുഡുകൾ നമുക്ക് പോകുന്ന വഴികളിലെല്ലാം കാണാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ ഫുഡൊക്കെ മേടിച്ച് കഴിക്കാം കേട്ടോ. നോക്കിക്ക് പുകയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവിടെ കുറച്ച് ഡ്രിങ്ക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ വിൽക്കുന്ന ഷോപ്പുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഷോപ്പിൽ നിന്ന് നമുക്ക് ഡ്രസ്സ് റെന്റിനെടുത്തിട്ട് നമുക്കവിടെ റെഡിയാക്കി തരും കേട്ടോ. മേക്കപ്പൊക്കെ ചെയ്ത് തരും. എന്നിട്ട് പെൺകുട്ടികളൊക്കെ നമുക്ക് ഹായ് ഒക്കെ പറയുന്നുണ്ട്. ഇവരൊക്കെ നല്ല ഫ്രണ്ട്ലി ആട്ടോ നമ്മളോട്. നമ്മളെ കാണുമ്പോൾ ഒക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതുണ്ടോ, അമ്മച്ചിമാരെല്ലാം വന്നിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് കണ്ടോ. ഇത്രയും വലിയ ഒരു ലേക്ക്, എത്രത്തോളം വലിപ്പമുണ്ടെന്ന് നിങ്ങൾ നോക്കിയേ. അതിൻ്റെ അങ്ങേ സൈഡിലും ഇതുപോലെ മലകളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ മലയുടെ മേലെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ബോട്ട്. ആളെ ഇങ്ങനെ വരുന്നുണ്ടോ എന്ന് ചോദിച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയാലും ഞങ്ങൾ വിചാരിച്ച് നെക്സ്റ്റ് ടൈം വരുമ്പോൾ കയറാം. ഈ പ്രാവശ്യം കയറുന്നില്ല വിചാരിച്ച് ഞങ്ങൾ ബോട്ടിൽ കയറിയില്ല.
ഇതിലൂടെ എല്ലാം ചുറ്റി വേസ്റ്റ് ഇടാനുള്ള സംവിധാനമൊക്കെ അവരവിടെ കൊടുത്തിട്ടുണ്ട്. ആൾക്കാര് നിറയെ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുക കയറാൻ വേണ്ടി ടിക്കറ്റ് കൊടുത്തിട്ട് കയറണം. ചൈനക്കാര് ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവിതം ആഘോഷിക്കുകയാണ്. ശരിക്കും നോക്കി അവരെത്ര റിലാക്സ് ആയിട്ടാണ്. അവർ വീട്ടിലിരിക്കത്തേ ഇല്ല കേട്ടോ. ലീവൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് ഫുൾ ടൈം ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിച്ചുകൊണ്ട് അവരിരിക്കും. മരം നോക്കിക്കടാ, എത്ര വർഷം മുന്നേ അവര് നട്ടല്ലേ. ആർട്ടിഫിഷ്യലാടാ അതൊക്കെ. ഇത്രയും നല്ല തണുപ്പാണേലും ഇവര് ചെറിയ മക്കളെയൊക്കെ ഇതുപോലെ ഉന്തിക്കൊണ്ട് വരുന്നതും വയസ്സന്മാരൊക്കെ വരുന്ന കാഴ്ച. അതുപോലെ തന്നെ നോക്കി ആ പെൺകുട്ടി ഡ്രസ്സ് മേലെ ഇട്ടിട്ട് പോലുമില്ല, നല്ല തണുപ്പായിപ്പോ. അതുപോലെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇതാ ഇവിടെ ഹോട്ട് പോട്ട് എന്ന ഒരു ഷോപ്പ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആൾക്കാരെല്ലാം ഹോട്ട് പോട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഫുഡുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ള ഫുഡുകൾ എടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് ഞാൻ ഹാൻചോ നഗരത്തിലെ ഒരു ബസ് സ്റ്റോപ്പ് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെയാണ് ഒരു ബസ് സ്റ്റോപ്പിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കിക്ക് എന്ത് അടിപൊളിയായിട്ടാണ് ആ ബസ് സ്റ്റോപ്പ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന്. ശരിക്കും ആ ബസ് സ്റ്റോപ്പിൻ്റെ വിഭാഗമായി ഇങ്ങനെയാണ്. ഇവിടെ ഇതുപോലെ ഒരു ഇരിപ്പിടമുണ്ട്. അതുപോലെ സ്ക്രീനിൽ QR കോഡ് എത്തിയിട്ടുണ്ട്. നമുക്ക് ആ QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം ബസ്സുകൾ എപ്പോൾ എത്തുമെന്നുള്ളത് നമുക്കറിയാൻ വേണ്ടി വളരെ മനോഹരമായ ഒരു ബസ് സ്റ്റേഷൻ. ഇതിലൂടെ പോകുന്ന ബസ്സുകളുടെ ഡീറ്റെയിൽസൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ തണുപ്പ് കാലത്ത് നമുക്ക് ഈ കാണുന്ന റൂമിൽ പോയിരുന്നിട്ടുണ്ടെങ്കിൽ തണുപ്പൊന്നും അടിക്കാതിരിക്കാൻ പറ്റും. ഇവിടെ ഇതുപോലെ വേസ്റ്റ് ഇടാനുള്ള സൗകര്യം. ഇതാണ് ഇവിടുത്തെ ഒരു ബസ് സ്റ്റേഷൻ്റെ ഒരു രൂപം. ഇത്ര വലുപ്പമുള്ള ബസ് സ്റ്റേഷൻ. ഇവിടെ അടിപൊളി എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പെന്ന് നിങ്ങൾ നോക്കിക്കും. പക്ഷെ ബസ് സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ, ബസ്സിലൊന്നും കയറാനാണ്. ഇത് തണുപ്പ് കാലത്തൊക്കെ ഇതിനകത്ത് കയറിയിരുന്നാൽ മതി കേട്ടോ. ചൂടൊക്കെ ഇട്ട് തരും. തണുപ്പ് കാലത്ത് ഇരിക്കാൻ പറ്റും. ഇവിടെ ബസ് സ്റ്റോപ്പിൽ ആൾക്കാരൊന്നും ബസ്സിൽ കയറുന്നില്ല. ഹാൻചോയിൽ നോക്കി ഒറ്റയൊരു മനുഷ്യനില്ല ഈ ബസ് സ്റ്റോപ്പിൽ. ബസ്സിലൊന്നും ആരും കയറുന്നതായിട്ട് കാണാറില്ല കേട്ടോ. കാരണം വെച്ചാൽ എല്ലായിടത്തും ബൈക്കുകൾ, സൈക്കിളുകൾ എല്ലാം ഉണ്ടല്ലോ. അതുകൊണ്ടായിരിക്കും ബസ്സിലധികം ആൾക്കാരൊക്കെ കുറവാണ് ഇവിടെ കയറാറ്. ഇതാണ് രാത്രികാലത്തിലുള്ള ഹാൻചോ നഗരത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ. എത്ര മനോഹരമാണല്ലേ. ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് നല്ല അടിപൊളി കാഴ്ചകളാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എഴുതണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.